ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് 2025 സ്റ്റിച്ചിങ് ചാർജാണ്. അത് വില്ലേജ് ഏരിയയിലും സിറ്റി ഏരിയയിലും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രസ്സിൻ്റെയും 2 ചാർജസ് നമ്മൾ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കുറച്ചൊക്കെ ഇതിനകത്ത് എഴുതാത്തത് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഹെഡിങ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. 2025 സ്റ്റിച്ചിങ് ചാർജ് കേരളത്തിലെയാണ്. അതിൽ വില്ലേജും സിറ്റിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും വില്ലേജ് വേറെ സിറ്റി വേറെ അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും സിറ്റിയിലെ ഏറ്റവും കൂടിയ റേറ്റ് വരുന്നതായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വില്ലേജിലെ ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്നത്. കാരണം വില്ലേജിൽ തന്നെ പല റേറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അതാണ് ഒരു പ്രത്യേകത. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ പല റേറ്റ് ആയിരിക്കും. അവർ തയ്ക്കണ അവരുടെ ഒരു വർക്ക് അനുസരിച്ചിട്ടായിരിക്കും അവർ എമൗണ്ട് വാങ്ങിക്കുന്നത്. പിന്നെ സിറ്റിയിലോട്ട് വരുന്ന സമയത്ത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഏകദേശമൊക്കെ അറ്റപ്പറ്റിയ ഒരു റേറ്റൊക്കെ ആയിരിക്കും. കറക്റ്റ് റേറ്റ് ആയിരിക്കത്തില്ല, എന്നാലും ആ ഒരു അറ്റപ്പറ്റ റേറ്റ് ആയിരിക്കും. പക്ഷേ വില്ലേജിലത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ച് വാങ്ങിക്കുന്നവരുണ്ടാവും, എന്നാൽ പറ്റി തന്നെ ഉള്ളവർ ഭയങ്കര കൂട്ടി വാങ്ങിക്കുന്നവരും കറക്റ്റ് റേറ്റ് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത വരുന്നത്. നമുക്കിതാ കോളം വരച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ജെൻസിൻ്റെയാണ് പറയുന്നത്. അതിന് ശേഷം നമുക്ക് ലേഡീസിൻ്റെയും പറയാം. കിഡ്സിൻ്റെ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ, അത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിഡ്സിൻ്റെ വേറെ ചെയ്യാം. ലേഡീസിൻ്റെയും എല്ലാം ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതാ ഇതേപോലെയാണ് കോളം വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് എഴുതി കൊടുക്കാം. ഇതിനുള്ളിൽ നമുക്ക് ഡ്രസ്സ് എഴുതാം. അത് കഴിഞ്ഞിട്ട് വില്ലേജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ചാർജും കൂടെ എഴുതാം. സ്റ്റിച്ചിങ് ചാർജ് എന്ന് കോമൺ ആയിട്ട് നമ്മൾ മുകളിലൊന്ന് എഴുതി കൊടുക്കുകയാണ്. ഇനി താഴത്തായിട്ട് ഇവിടെ വില്ലേജ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ വേണമെങ്കിൽ റെഫർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എനിക്കിനി ഓരോന്നോരോന്നായിട്ട് എഴുതാം. മലയാളത്തിൽ എഴുതാം. കഴിഞ്ഞ വീഡിയോയൊക്കെ നമ്മൾ ഫുൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ ചിലർക്കൊന്നും അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ എഴുതാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജീൻസാണ് പറയുന്നത്. 470 രൂപ സ്റ്റിച്ചിങ് ചാർജ്. സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും 690. ഈ സിറ്റിയിൽ ഞാൻ ഈ കൊടുത്തേക്കുന്ന റേറ്റ് സിറ്റിയിലെ ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. അതായത് സിറ്റിയിലെ ഏറ്റവും കുറവായിട്ട് അവർ വാങ്ങിക്കുന്ന റേറ്റാണ് ഇത്. ഇതിൽ കുറഞ്ഞ് വാങ്ങിക്കത്തില്ല. വില്ലേജിലത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. എല്ലാത്തിൻ്റെയും കുറഞ്ഞ റേറ്റാണ് കേട്ടോ. സിറ്റിയിൽ ഇതിലും കൂട്ടി റേറ്റ് വാങ്ങിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കുറഞ്ഞ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പാൻസാണ് അടുത്തതായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. 400, 600 ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് വില്ലേജിലും സിറ്റിയിലും വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പാൻറ്റ്, അത് 2 പോക്കറ്റ് വരുന്ന പാൻസിൻ്റെ ആണ്. 420, 640. പിന്നെ പാൻസിൻ്റെയൊക്കെ മിനിമം ആണ്, അത് 300 രൂപയാണ് വരുന്നത്. 500 രൂപ സിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എഴുതുന്നത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ക്ലാരിറ്റി തന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ക്ലാരിറ്റി കുറഞ്ഞാണ് നിങ്ങൾ ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ടൊന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ക്ലാരിറ്റി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഷർട്ട്, അത് ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, അതാണ് ഫുള്ള് ഹാഫ് നമ്മൾ കൊടുക്കുന്നത്. 320, 550. ഇനി ഷർട്ട് ഹാഫ്. ജെൻസിൻ്റെ അധികം ഡ്രസ്സിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റിൽ റിപ്ലൈ തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ കർച്ചീഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കർച്ചീഫ്, ടവല്, ബെഡ്ഷീറ്റ് അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം സ്റ്റിച്ച് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഷർട്ട് മിനിമം 260 മിനിമം വില്ലേജ് ഏരിയ ആണ്. 350 സിറ്റിയിൽ. ഞാൻ പറഞ്ഞല്ലോ സിറ്റിയിലെ കുറഞ്ഞ റേറ്റാണ്. ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണ്ട. കുറേ പേര് പറയും ഇതൊന്നും അല്ല റേറ്റ്, ഞങ്ങളുടെ അവിടെ ഇതിലും കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റ് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് അനുസരിച്ചിട്ട് ഓരോരുത്തർ നമുക്ക് റിപ്ലൈ ചെയ്തിട്ട് അല്ലാണ്ട് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ റേറ്റ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് അല്ല ട്രൗസർ വരെ എത്തിയല്ലേ. ഇപ്പോൾ ട്രൗസർ 280, കന്തൂറ ഇനി 550, 790. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജെൻസിൻ്റെ ഡ്രസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. യൂണിഫോം ഒന്നും നമ്മൾ അധികം ഇതിലിട്ടിട്ടില്ല. യൂണിഫോമിന് സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2025 യൂണിഫോമിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തുകൊണ്ടാണ് വില്ലേജ് ഏരിയയിലും സിറ്റി ഏരിയയിലും ഇത്രയും റേറ്റ് ഡിഫറൻസ് വരുന്നത്? ഞാൻ പറയുന്നത് കള്ളമാണ്, ഇത്ര റേറ്റ് ഒന്നും ഇല്ല. കൂടുതലും വില്ലേജിലുള്ളവരാണ് കേട്ടോ പറയുന്നത്. സിറ്റിയിലുള്ള ആൾക്കാർ അത്രയും പറയത്തില്ല, കാരണം അവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. വില്ലേജിലുള്ള ആൾക്കാരാണ് പറയുന്നത് ഈ ഒരു റേറ്റൊന്നും വരത്തില്ല, നിങ്ങൾ ഭയങ്കര റേറ്റ്, ഭയങ്കര കത്തി റേറ്റാണ് വാങ്ങിക്കുന്നത്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് എടുത്താൽ പോരെ, അതേപോലെ തന്നെ ആരും അങ്ങനെ ഓർഡറൊന്നും തരത്തില്ല, ഒരു തവണ സ്റ്റിച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ കമൻറ്റ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എത്ര റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, എത്രയെന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ വർക്കിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമ്മൾ പറഞ്ഞ് വാങ്ങിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ വർക്ക് അത്രയും പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തരും. പിന്നെ ഏറ്റവും റേറ്റ് കുറച്ച് കൊടുത്തിട്ട് നമ്മളുടെ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ഒരു ഒപ്പിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര റേറ്റ് കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് വീണ്ടും കിട്ടത്തില്ല. കാരണം നമ്മുടെ സ്റ്റിച്ചിങ് അത്രയും പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആരും നമുക്ക് തുണി കൊണ്ടുവന്ന് തരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസസ് നിങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വില്ലേജിലുള്ള ആൾക്കാർ ഇത്ര റേറ്റ് കുറച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ കൂടെ അത് ബാധിക്കുന്നുണ്ട്. അതെവിടെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇത്രയും റേറ്റ് കുറച്ച് വാങ്ങിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത്രയും റേറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ അങ്ങനത്തെ കമൻസൊക്കെ നമ്മൾ കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സമയത്തിനും അവരുടെ കഷ്ടപ്പാടിനും എന്താണ് വിലയില്ലാത്തത്? അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങനത്തെ കമൻസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പണിക്ക് നമ്മൾ കൂലി വാങ്ങിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? നിങ്ങൾ ചെയ്യുന്ന പണി മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം? നിങ്ങളുടെ കഴിവിനെയാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ നോക്കുക. മറ്റുള്ളവർക്കും കൂടെ ഒരു എമൗണ്ട് കുറച്ച്, ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് എമൗണ്ടിൽ ചെയ്തിട്ട് അത് ശരിയായിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് കുറച്ച് എമൗണ്ട് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഞാൻ അവിടെ അത്ര എമൗണ്ട് കൊടുത്താണല്ലോ ചെയ്യിച്ചിരുന്നത്, അപ്പോൾ എനിക്ക് അത്രയും പറ്റത്തില്ല, അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ അടുത്തൊരാളെ കാണുന്നത്. അപ്പോൾ അയാൾക്കും കൂടെ എമൗണ്ട് കുറച്ച് കിട്ടാനുള്ള ഒരു വഴിയല്ലേ അത്. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നത് ഇതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന റേറ്റ് അല്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന റേറ്റ് അല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്ത് കൊടുത്താൽ തന്നെ ഞാൻ എൻ്റെ ഒരു റേറ്റ് ഉണ്ട്, അതനുസരിച്ച് ഞാൻ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഈ റേറ്റ് ഒന്നും ഞാൻ കൊടുക്കുന്നതല്ല. അതെനിക്ക് എപ്പോഴും കമൻറ്റ് വരും കേട്ടോ, ഇത് ഏതാ സ്ഥലം, ഇത് എവിടെ ഇരുന്നാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്, ഈ റേറ്റൊക്കെ താൻ എന്താ ഇങ്ങനെ വാങ്ങിക്കുന്നതൊക്കെ. ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല കേട്ടോ. വീഡിയോ ചിലപ്പോൾ ഫുള്ള് കാണാത്തവരായിരിക്കും ഈ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്, ഞാൻ ചെയ്യുന്ന റേറ്റ് അല്ല ഇത്. മനസ്സിലായില്ലേ? പിന്നെ സിറ്റിയിൽ അവർ ഇത്രയും റേറ്റ് വാങ്ങിക്കുന്നത്, കൂടുതൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്തായിരിക്കും, അതായത് ഷോപ്പൊക്കെ റെൻറ്റിന് എടുത്തിട്ടൊക്കെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അവിടെ കറണ്ട് ബില്ല്, റെൻറ്റ് എല്ലാവർക്കും അവിടെ നോക്കണം. പിന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്ത് കൊടുക്കുന്നത്. അതിലവർക്ക് പിന്നീടൊരു ഓൾട്രേഷൻ ഒന്നും കാര്യങ്ങളും തന്നെ വരത്തില്ല. അത്രയും ഡീപ്പായിട്ട് അവരെല്ലാ പോയിൻറ്റ്സും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും അവർ ചെയ്യുക. പിന്നെ നമ്മളൊരു ഡ്രസ്സും കൊണ്ട് ചെല്ലുവാണെങ്കിൽ തന്നെ അവർ അവരുടേതായിട്ടുള്ള ഒരു എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഇന്ന ഡിസൈൻ നിങ്ങൾക്ക് ചേരും, ഇത് ഇങ്ങനെ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ചേരുക, അങ്ങനെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വില്ലേജ് ഏരിയയിലുള്ളവർ നമ്മൾ എന്താണോ പറയുന്നത് അവരതങ്ങനെ മാക്സിമം ചെയ്യാൻ നോക്കും. പക്ഷേ സിറ്റിയിലുള്ള ആൾക്കാർ, അതായത് ഈ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ചെയ്യുന്നവരുണ്ടല്ലോ, നമ്മുടെ ഓരോ ഡിഗ്രിയൊക്കെ എടുത്ത് ഇതിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ട് അവർ ഷോപ്പൊക്കെ തുടങ്ങി അങ്ങനെ ബൊട്ടീക്കൊക്കെ ചെയ്യുന്നവരില്ലേ, മെയിനായിട്ടും ബൊട്ടീക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരത്രയും ക്ലിയർ ആയിട്ടായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. വില്ലേജിലുള്ളവർ അങ്ങനെ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയല്ല അല്ലേ, എല്ലാവരും അത്രയും ചെയ്തിട്ടല്ല വരുന്നത്. പിന്നെ ഇവർ പഠിച്ചതിൻ്റെ അവർക്ക് ഫീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് റേറ്റും, പക്ഷേ അവരുടെ ഔട്ട്പുട്ടും അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് അത്രയും കൊടുക്കുന്നത് കൊണ്ട് വലിയൊരിത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ലേഡീസിൻ്റെ നമ്മളിതാ ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. റേറ്റ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ വിട്ട് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, നമുക്ക് അതും കൂടെ
അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ അംബ്രല്ല, സ്മോൾ അംബ്രല്ലയാണ്, അതിൻ്റെയാണ് കേട്ടോ ലാസ്റ്റ് പറയുന്നത്. 490 രൂപയാണ് വില്ലേജ് ഏരിയാസിൽ വരുന്നത്. സിറ്റി ആകുമ്പോഴത്തേക്കും അത് 620 രൂപയാവും. പിന്നെ സ്കേർട്ട്, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ വേറെ ഇനി ഒരുപാടുണ്ട്. ഇങ്ങനെ ലെങ്തി ആയി പോകുന്നത് കൊണ്ടിട്ട് നമ്മൾ ഇത്രയും വെച്ചിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുവാണ്. അപ്പോൾ എല്ലാം ഒന്ന് കാണിക്കാം, ജസ്റ്റ് ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ചാ